ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. 41ാമത്തെ ക്വസ്റ്റ്യൻ, വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? BS3, BS4, BS5, BS6. ആൻസർ വരുന്നത് BS6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നു, കുറയുന്നു, വ്യത്യാസപ്പെടുന്നില്ല, ആദ്യം കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നു. ആൻസർ കുറയുന്നു. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. എന്താണ് വിസ്കോസിറ്റി? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ഓക്കെ, വിസ്കോസിറ്റി കൂടിയ ദ്രവങ്ങളെ നമ്മൾ വിസ്കസ് ദ്രവങ്ങൾ എന്ന് പറയും. കുറഞ്ഞതിനെ മൊബൈൽ ദ്രവങ്ങൾ എന്നാണ് പറയുന്നത്. വിസ്കോസിറ്റി കുറഞ്ഞത് മൊബൈൽ ദ്രവങ്ങൾ, അതായത് ഇങ്ങനെ ഒഴുകിപ്പോകും, അതിനെയാണ് മൊബൈൽ ദ്രവങ്ങൾ എന്ന് പറയുന്നത്. വിസ്കോസിറ്റി കൂടിയത്, ഒഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവ, തേൻ, ഗ്ലിസറിൻ പോലെയുള്ളവയാണ് വിസ്കസ് ദ്രവങ്ങൾ. അപ്പോൾ ചൂടാക്കുമ്പോൾ, താപനില കൂട്ടുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി കുറയും. കുറയെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു വെള്ളമൊക്കെ ഒഴുകിപ്പോകും പോലെ അങ്ങ് ഒഴുകിപ്പോകും, അങ്ങനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? W=F/S, W=S/F, W=P/T, W=P/T. ഇത് WFST ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. W പ്രവൃത്തി, വർക്കാണ്. F ബലമാണ്. P പവർ, T സമയം. S ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. W=P/T എന്നതാണ് ശരിയായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, പവർ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. അപ്പോൾ നമുക്ക് പവറിനെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? പവർ =work/time എന്ന് എഴുതാൻ വേണ്ടി പറ്റും. യൂണിറ്റ് സമയത്ത് ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. അപ്പോൾ പവർ =work/time, പ്രവൃത്തിയുടെ നിരക്ക് / സമയം, അല്ലേ? അപ്പോൾ ആ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തതാണ് ഇവിടെ വന്നിരിക്കുന്നത്. W=P/T, W=P/T ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വേറൊരു ഇക്വേഷൻ ഉണ്ട്. W=Fs ഉണ്ട്. W=Fs എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഒരു വസ്തുവിൽ F ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ S മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി നമ്മൾ കാണിക്കുന്നത് W=Fs എന്നാണ്. W=Fs എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. കറക്റ്റായിട്ടുള്ളത് W=P/T ആണ്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കണം. പവർ =work/time ആണ്. പവർ =work/time ആണ്. അപ്പോൾ വർക്ക് ജൂൾ എന്ന് എഴുതാം, ടൈമിനെ സെക്കൻഡ് എന്ന് എഴുതാം. ജൂൾ/സെക്കൻഡ് കിട്ടും. ജൂൾ/സെക്കൻഡ് നമുക്ക് വാട്ട് എന്ന് പറയാം. വാട്ട്, പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. വാട്ട് അല്ലെങ്കിൽ ജൂൾ/സെക്കൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്ക, ഇന്ത്യ, ചൈന, റഷ്യ. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് അമേരിക്കയാണ്. അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ നോക്കുക. 50 കിലോഗ്രാം, 4.5 കിലോഗ്രാം, രണ്ടും ഒരുമിച്ച് കൃത്യമായി പ്രവചിക്കാൻ സാധ്യമല്ല. ആൻസർ വരുന്നത് രണ്ടും ഒരുമിച്ചാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂഗുരുത്വ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് G=Gm/r². Gm/r². ഇതിൽ ക്യാപിറ്റൽ G എന്താണ്?
ഭൂഗുരുത്വ സ്ഥിരാങ്കമാണ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് ക്യാപിറ്റൽ G. M ഭൂമിയുടെ മാസാണ്, R ഭൂമിയുടെ ആരമാണ്. ഇവിടെ എന്ത് വരുന്നില്ല? വസ്തുവിൻ്റെ മാസ് വരുന്നില്ല. അതുകൊണ്ട് ഏത് മാസുള്ള വസ്തു ആവട്ടെ ഭൂമിയിലേക്ക് വീഴുമ്പം രണ്ട് വസ്തുക്കൾ ഒരുമിച്ചിട്ടാൽ രണ്ടും ഒരുമിച്ചാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, നമ്മളൊരു വലിയ കല്ലും ഒരു കടലാസും എടുത്തിട്ട് ഭൂമിയിലേക്ക് ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് രണ്ടും വ്യത്യസ്ത സമയത്താണ് വന്ന് നിലത്ത് പതിക്കുന്നത്. കാരണം എന്താണ്? അതാണ് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് വായുവിൻ്റെ പ്രതിരോധം. എന്താണ്? നമ്മൾ ഇടുമ്പം അവിടെ വായുവിൻ്റെ പ്രതിരോധമുണ്ട്. വായുവിൻ്റെ പ്രതിരോധം കാരണം കടലാസ് മെല്ലനെയും കല്ല് വേഗത്തിലും എത്തുന്നു. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഇങ്ങനെ കടലാസ് എന്തുകൊണ്ടാണ് പതിയെ വരുന്നത്, കടലാസ് പോലുള്ള വസ്തുക്കൾ പതിയെ എന്തുകൊണ്ടാണ് താഴേക്ക് പതിക്കുന്നത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഗലീലിയോ ആണ്. പക്ഷെ അദ്ദേഹത്തിന് ഇത് എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിക്കാനൊന്നും ആ സമയത്ത് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ആണ് ഐസക് ന്യൂട്ടൺ വരുന്നത്. അദ്ദേഹം തൂവലും നാണയവും വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. അതിലൂടെയാണ് ഇത് തെളിയിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: കൽപ്പന ചൗള, ഋതു കരുതാൾ, റിമ ഘോഷ്, നിധി പോർവാൾ. നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ഋതു കരുതാളാണ്. റോക്കറ്റ് വുമൺ ഋതു കരുതാളാണ്. റോക്കറ്റ് മാൻ കെ ശിവനാണ്. റോക്കറ്റ് മാൻ കെ ശിവനാണ്. ഇനി മിസൈൽ മാൻ APJ അബ്ദുൽ കലാം ആണ്. മിസൈൽ വുമൺ ടെസി തോമസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ആനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? അലുമിനിയമാണ്. അലുമിനിയം സംരക്ഷണത്തിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ആനോഡൈസിങ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് വിധേയമാകുന്നത്? pH 5.5 ലെസ് ദാൻ 5.5 തന്നിട്ടുണ്ട്. pH ഗ്രേറ്റർ ദാൻ 9.2, pH ഈക്വൽ ടു 7, pH ഈക്വൽ ടു 7 to 9.2. ആൻസർ വരുന്നത് pH ലെസ് ദാൻ 5.5 ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയിട്ടുള്ള ഭാഗമാണ് പല്ലിൻ്റെ ഇനാമൽ. കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വായയുടെ pH 5.5 കുറയുമ്പോൾ പല്ല് നശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. വായയുടെ pH 5.5 കുറയുമ്പോൾ പല്ല് നശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ കാൽസ്യം ഫോസ്ഫേറ്റ് അടങ്ങിയ ഇനാമൽ ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന ക്രിസ്റ്റൽ ഘടനയിലാണ് ഉള്ളത്. ഇത് കുറഞ്ഞ pHൽ എന്താവും? ലയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. ഓക്കെ, ഇത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വായയുടെ pH 5.5 കുറയുമ്പോൾ പല്ല് നശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ ഇനാമൽ ഉണ്ടാക്കിയിരിക്കുന്ന കാൽസ്യം ഫോസ്ഫേറ്റ് അടങ്ങിയ ഈ ഇനാമൽ ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന ക്രിസ്റ്റൽ ഘടനയിലാണ് ഉള്ളത്. ഇത് ഈ കുറഞ്ഞ pHൽ, അതായത് ഈ 5.5 എന്ന് പറയുമ്പോൾ കുറഞ്ഞ pH ആണല്ലോ, ആ കുറഞ്ഞ pHൽ ഇത് നശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലത്തുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു, വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു, മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. ഇതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ആവർത്തന പട്ടികയിൽ ഇടതുനിന്ന് വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഇടതുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു. ശരിയാണ്, അലോഹ സ്വഭാവം കൂടുന്നു. വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. ശരിയാണ്. ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. അത് തെറ്റാണ്. സി ആണ് തെറ്റായിട്ടുള്ളത്. മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. അത് ശരിയാണ്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടുന്നു. ഇലക്ട്രോപോസിറ്റിവിറ്റി എന്താവുന്നു? കൂടുന്നു. ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടുന്നു. ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. ലോഹ സ്വഭാവം കൂടുന്നു. ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. ലോഹ സ്വഭാവം കൂടുന്നു. ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ചാൽ മതി.
ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലതുവശത്തേക്ക് പോകുമ്പം എന്താണ്, ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുന്നു, ആറ്റത്തിൻ്റെ വലുപ്പം കുറയുന്നു, ലോഹ സ്വഭാവം കുറയുന്നു. ലോഹ സ്വഭാവം കുറയുന്നു പറയുമ്പോൾ അവിടെ എന്താണ്, അലോഹ സ്വഭാവം കൂടുകയല്ലേ, അതാണ് ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത്. അലോഹ സ്വഭാവം കൂടുന്നു. ഇത് പഠിച്ചു വെച്ചാൽ മതി. ശരി. ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏവ? O2 ആൻഡ് O3, O3 ആൻഡ് O4, O2 ആൻഡ് O4, O2, O3 ആൻഡ് O4. ആൻസർ വരുന്നത് ഡി ആണ്. അപ്പോൾ സാധാരണ നമ്മൾ ഭൂമിയിൽ കാണുന്ന ഓക്സിജൻ എന്താണ്, O2 ആണ്. O2 ആണ്. O3 എന്താണ്, ഓസോൺ ആണ് അല്ലേ, ഓസോൺ ആണ്. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഓസോൺ. പിന്നെ O4 എന്താണ്, O4നെ വിളിക്കുന്നത് ടെട്രാ ഓക്സിജൻ എന്നാണ്. ടെട്രാ ഓക്സിജൻ എന്നാണ്. അപ്പോൾ ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങളാണ് O2, O3 ആൻഡ് O4. താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ്? ബ്രോമിനാണ്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിനാണ്. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണ്? കൊടിയേറ്റം, കാഞ്ചനസീത, തമ്പ്, സ്വയംവരം. അപ്പോൾ ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന ചലച്ചിത്രം കൊടിയേറ്റമാണ്. കൊടിയേറ്റം. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന ചലച്ചിത്രമാണ് കൊടിയേറ്റം. അപ്പോൾ കൊടിയേറ്റം സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ രചന സംവിധാനം ചെയ്ത് 1978 പുറത്തിറക്കിയ സിനിമയാണ് കൊടിയേറ്റം. ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് കുറച്ച് സിനിമകൾ നോക്കാം. സ്വയംവരം, എലിപ്പത്തായം, മതിലുകൾ, 4 പെണ്ണുങ്ങൾ, വിധേയൻ, കഥാപുരുഷൻ, നിഴൽക്കൂത്ത്. ഇവ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളാണ്. സ്വയംവരം, എലിപ്പത്തായം, മതിലുകൾ, 4 പെണ്ണുങ്ങൾ, വിധേയൻ, കഥാപുരുഷൻ, നിഴൽക്കൂത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഭാരത പര്യടനം ഏതാണ്? ആത്മകഥ, യാത്രാവിവരണം, ചരിത്രം, സാഹിത്യ വിമർശനം. സാഹിത്യ വിമർശനമാണ് ഭാരത പര്യടനം. സാഹിത്യ വിമർശനമാണ്. ആരുടെയാണ്? കുട്ടിക്കൃഷ്ണ വാര്യരുടേതാണ് ഭാരത പര്യടനം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പ, അച്ചൻകോവിൽ, വാമനപുരം, പെരിയാർ. ആൻസർ വരുന്നത് പമ്പയാണ്. മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പ നദിയുടെ തീരത്താണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയാണ് മാരാമൺ കൺവെൻഷൻ. 1895 ഇത് ആരംഭിച്ചത്. 1895 ആരംഭിച്ചത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബാഡ്മിൻ്റൺ, ഗോൾഫ്, ടെന്നീസ്, ചെസ്സ്. ഏതാണ്? ടെന്നീസാണ്. ഗ്രാൻഡ് സ്ലാം എന്ന പദം ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ടെന്നീസ് ടൂർണമെൻറ്റ് ഏതാണ്? വിംബിൾഡൺ ആണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ടെന്നീസ് ടൂർണമെൻറ്റ് വിംബിൾഡൺ ആണ്. 1877 ആരംഭിച്ചത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി, പ്രഭാവർമ്മ, EV രാമകൃഷ്ണൻ, K ശിവറെഡ്ഡി. പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയത്. 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. കൃതി ഏതാണ്? രൗദ്രം സാത്വികമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ധ്രുവക്കരടി, ഹിമപ്പുലി, ഹിമാലയൻ ബുൾബുൾ, ഹിമാലയൻ താറ്. ഹിമപ്പുലിയാണ് ആൻസർ. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഹിമപ്പുലിയാണ്. അപ്പോൾ ഇതിൻ്റെ വേദി ലേ ആൻഡ് ഗുൽമാർഗാണ്. ലേയും ഗുൽമാർഗുമാണ് ഇതിൻ്റെ വേദി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വരികളാണ്? വള്ളത്തോൾ, ഉള്ളൂർ, കുമാരനാശാൻ, വൈലോപ്പിള്ളി. കുമാരനാശാൻ്റെ വരികളാണ്. ഏതാണ് കൃതി? ഒരു ഉദ്ബോധനം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഒരു ഉദ്ബോധനം, കുമാരനാശാൻ. സ്വാതന്ത്ര്യഗാഥ ആശാന്റെ കൃതിയാണ് സ്വാതന്ത്ര്യഗാഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ്? ദുരവസ്ഥയാണ്. ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ,
ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? ഏതാണ്? സി ആണ് വരുന്നത്. ഇതാണ് വരുന്നത്, മാക് OS X. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? യാഹു, ബിങ്, ആസ്ക്, സഫാരി. സഫാരിയാണ്. എന്താണ് സെർച്ച് എഞ്ചിൻ എന്ന് വെച്ചാൽ? ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളാണ് സെർച്ച് എഞ്ചിനുകൾ. ലോകത്തിലെ ആദ്യ സെർച്ച് എഞ്ചിനാണ് ആർച്ചി. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ആർച്ചി. ഓക്കെ, അപ്പോൾ ഇതിൽ സഫാരി എന്തല്ല? സെർച്ച് എഞ്ചിൻ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോമിൻ്റെ പൂർണ്ണരൂപം ഏത്? പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറി, പ്രൈമറി റീഡ് ഓൺലി മെമ്മറി, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, പ്രോഗ്രാം റീഡ് ഔട്ട്പുട്ട് മെമ്മറി. ആൻസർ വരുന്നത് സി ആണ്, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. ഒരു ഉപയോക്താവിന് ഒരിക്കൽ മാത്രം പരിഷ്കരിക്കാവുന്ന റീഡ് ഓൺലി മെമ്മറിയാണ് ഏത്? പ്രോം. ഒരു ഉപയോക്താവിന് ഒരിക്കൽ മാത്രം പരിഷ്കരിക്കാവുന്ന റീഡ് ഓൺലി മെമ്മറിയാണ് പ്രോം, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏത്? 1998, 2000, 2004, 2008. ആൻസർ 2008 ആണ്. അപ്പോൾ ഇന്ത്യയിൽ IT ആക്ട് പാസ്സാക്കിയത് 2000 ജൂൺ 9-നാണ്. 2000 ജൂൺ 9-നാണ് IT ആക്ട് പാസ്സാക്കിയത്. 2000 ഒക്ടോബർ 17-ന് നിലവിൽ വന്നു. 2000 ഒക്ടോബർ 17-ന് നിലവിൽ വന്നു. നിലവിൽ വരുമ്പോൾ 13 ചാപ്റ്റർ, 94 ഭാഗം, 4 പട്ടിക. 13 ചാപ്റ്റർ, 94 ഭാഗങ്ങൾ, 4 പട്ടികയാണ് ഉണ്ടായിരുന്നത്. 2008 ഇതിനെ ഭേദഗതി ചെയ്തു. 2009 ഒക്ടോബർ 27-നാണ് ഭേദഗതി നിലവിൽ വന്നത്. 2008 ഭേദഗതി ചെയ്തു. ഭേദഗതി നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. അപ്പോൾ ഭേദഗതി വന്നപ്പോൾ 14 ചാപ്റ്റർ, 124 ഭാഗങ്ങൾ, 2 പട്ടികയാണ് ഉള്ളത്. 14 ചാപ്റ്റർ, 124 ഭാഗങ്ങൾ, 2 പട്ടിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? കൂടിയ ബാൻഡ് വിഡ്ത്ത്, കൂടിയ ചെലവ്, കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് സി ആണ്, കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. അത് ഒപ്റ്റിക്കൽ ഫൈബറിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, പ്രകാശത്തെ സംവഹിക്കാൻ കഴിയുന്ന സ്ഫടികത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ നാരുകളാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ. അതിൻ്റെ ഉള്ളിലത്തെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് കോർ എന്നാണ്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രതിഭാസമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. പ്രകാശത്തെ പുറത്തേക്ക് കടത്തിവിടാതെ ഉള്ളിലിങ്ങനെ തട്ടി നിൽക്കും. അതാണ് എന്ത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇങ്ങനെ തട്ടി നിൽക്കും. ഓക്കെ, അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ, ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം, വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരത്തിൻ്റെ വെളിപ്പെടുത്തൽ, മേൽപ്പറഞ്ഞവയെല്ലാം. ഒഴിവാക്കിയിട്ടില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ബി ആണ്, ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. അത് ഒഴിവാക്കിയിട്ടില്ല. ഓക്കെ, 64 ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? 45, 46, 47, 48. ബി ആണ് ആൻസർ, 46. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? 14 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും, 16 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും, 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും, മേൽപ്പറഞ്ഞവ ഒന്നുമല്ല. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്നത് 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005. ഈ നിയമപ്രകാരം വനിതകളും 18 വയസ്സ് താഴെയുള്ള കുട്ടികളുമാണ് ഉൾപ്പെടുന്നത്. ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമില്ലാതെ 18 വയസ്സിൽ താഴെയുള്ള ഏത് കുട്ടിയും ഉൾപ്പെടും.
ഈ നിയമത്തിൽ പീഡനങ്ങളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ശാരീരികമായ പീഡനം, ലൈംഗികമായ പീഡനം, സാമ്പത്തികമായ പീഡനം, വാചികമായും വൈകാരികമായുമുള്ള പീഡനം. ഇങ്ങനെ പീഡനത്തെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-ലാണ്. 2006 ഒക്ടോബർ 26 നിലവിൽ വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 1986, 87, 88, 1989. 1989 ആൻസർ വരുന്നത്. അപ്പോൾ ഈ നിയമം 1989 ഓഗസ്റ്റ് 16-നാണ് ലോക്സഭ പാസ്സാക്കുന്നത്. ഓഗസ്റ്റ് 16-ന് ലോക്സഭ പാസ്സാക്കി, ഓഗസ്റ്റ് 18-ന് രാജ്യസഭ പാസ്സാക്കി, നവംബർ 9-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. 1989 ഓഗസ്റ്റ് 16-ന് ലോക്സഭ പാസ്സാക്കി, ഓഗസ്റ്റ് 18-ന് രാജ്യസഭ പാസ്സാക്കി, നവംബർ 9-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 1990 ജനുവരി 30. 1990 ജനുവരി 30-നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത്? കേൾക്കുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. ഏതാണ് ഇല്ലാത്തത്? സി ആണ്. ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം ഇല്ല. അപ്പോൾ ഏതൊക്കെയാണുള്ളത് നോക്കാം. 6 അവകാശമാണ് ഉപഭോക്താവിനുള്ളത്. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, ഒന്നാമത്തേത് സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയിക്കാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയിക്കാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇത്രയുമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിനുള്ള അവകാശങ്ങൾ. 2020 ജൂലൈ 20 മുതലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് HL ദത്തു, ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര, ജസ്റ്റിസ് L നാരായണ സ്വാമി, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ആൻസർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ചെയർമാനാണ് രംഗനാഥ മിശ്ര. ഫസ്റ്റ് ചെയർമാൻ രംഗനാഥ മിശ്ര. രണ്ടാമത്തേത് MN വെങ്കിട ചെല്ലയ്യ. 1993 സെപ്റ്റംബർ 28-നാണ് ഇത് നിലവിൽ വന്നത്. ഈ നിയമം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം ഉണ്ടല്ലോ, അത് നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12-ന് കമ്മീഷൻ സ്ഥാപിതമായി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ശ്രീ അജയകുമാർ, ഡോക്ടർ വേണു, ശ്രീ BS മാവോജി, ഡോക്ടർ PL പുനിയ. ആൻസർ ശ്രീ BS മാവോജിയാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ DS മാവോജിയാണ്. ടോട്ടൽ 3 അംഗങ്ങളാണ് അതിലുള്ളത്. ചെയർമാൻ അടക്കം 3 അംഗങ്ങളാണ്. കാലാവധിയും 3 വർഷമാണ്. കാലാവധി 3 വർഷം, 3 അംഗങ്ങൾ. ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. 2007-ലാണ് ഇത് നിലവിൽ വന്നത്. 2007. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോയെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.